ബി.ജെ.പി. നേതാവ് മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയ വിദ്വേഷ പ്രസംഗത്തിന് ഖേദം പ്രകടിപ്പിച്ച് പുതിയ മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് കർണാടക ക്ഷേത്രം. ദക്ഷിണ കന്നഡയിലെ തെക്കരു ഗോപാലകൃഷ്ണ ക്ഷേത്രം ഭാരവാഹികളാണ് പ്രസംഗത്തിൽ ഖേദം പ്രകടിപ്പിച്ച് കത്തെഴുതിയിരിക്കുന്നത്. ഒരാഴ്ച മുൻപ് ക്ഷേത്രത്തിൽ നടന്ന ബ്രഹ്മകലശോത്സവത്തിലാണ് സംസ്ഥാനത്തെ പ്രമുഖ ബി.ജെ.പി. നേതാവും ദക്ഷിണ കന്നഡയിലെ ബെൽത്തങ്ങാടി എം.എൽ.എയുമായ ഹരീഷ് പൂഞ്ച മുസ്ലിം സമുദായത്തെ അപമാനിച്ചും അവഹേളിച്ചും പ്രസംഗം നടത്തിയത്. ബി.ജെ.പി. നേതാവിന്റെ പ്രസംഗമുണ്ടാക്കിയ മുറിവുണക്കാൻ വർഗീയ സംഘർഷത്തിന് പേരുകേട്ട മേഖലയിലാണ് ക്ഷേത്രം ഭാരവാഹികൾ തന്നെ നേരിട്ടിറങ്ങിയിരിക്കുന്നത്. ക്ഷേത്ര നടത്തിപ്പുകാരായ ഗോപാലകൃഷ്ണ ബക്രബേൽ ദേവരഗുഡെ സേവാ ട്രസ്റ്റ് കഴിഞ്ഞ ദിവസം തെക്കരുവിൽ മുസ്ലിം നേതാക്കളുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു എം.എൽ.എയുടെ പ്രസംഗത്തിൽ ഖേദം പ്രകടിപ്പിച്ച് കത്തെഴുതിയത്. ഭാവിയിലും മുസ്ലിം സമുദായത്തിന്റെ സഹകരണം പ്രതീക്ഷിക്കുന്നുവെന്നും എല്ലാ സമുദായങ്ങളും പരസ്പരം സഹായിച്ചും സഹകരിച്ചും മുന്നോട്ട് പോകണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. ബി.ജെ.പി. നേതാവിന്റെ പ്രസംഗത്തിൽ പ്രതിഷേധിച്ച് മുസ്ലിം ഒക്കൂട്ട എന്ന കൂട്ടായ്മ ക്ഷേത്രം ഭാരവാഹികൾക്ക് കത്തെഴുതിയിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു സമുദായ നേതാക്കളുടെ യോഗം വിളിച്ചു ചേർത്തത്. ക്ഷേത്രം പുനരുദ്ധാരണത്തിന് സംഭാവന നൽകിയവരാണ് മുസ്ലിങ്ങളെന്ന് ക്ഷേത്രം ഭാരവാഹികൾ യോഗത്തിൽ വെളിപ്പെടുത്തി. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കായി പാർക്കിംഗ് സൗകര്യം ഒരുക്കാനും അവർ മുന്നിലുണ്ടായിരുന്നുവെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കഴിഞ്ഞ മെയ് 3-നാണ് ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിലെ ബ്രഹ്മകലശോത്സവത്തിൽ ഹരീഷ് പൂഞ്ച പ്രകോപനപരമായ പ്രസംഗം നടത്തിയത്. ഉത്സവത്തിലേക്ക് ക്ഷണിച്ച് സമീപത്തെ മസ്ജിദുകളിലേക്ക് ക്ഷേത്രം ഭാരവാഹികൾ കത്ത് നൽകിയിരുന്നു. ഇതിൽ പ്രകോപിതനായിരുന്നു വിദ്വേഷ പ്രസംഗം. എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് സൗഹാർദ്ദം നിലനിർത്താൻ ശ്രമിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ തെറ്റെന്നും ഹരീഷ് പൂഞ്ച പറയുന്നുണ്ട്. തെക്കരു ഗ്രാമവാസികൾ എന്തിനാണ് പള്ളികളിലേക്ക് ക്ഷേത്ര ക്ഷണക്കത്ത് അയച്ചത്? അവരും നമ്മളും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഈ ക്ഷണക്കത്ത് കാരണമാണ് അവർ ട്യൂബ് ലൈറ്റുകൾ തകർത്തത്. ഇത്തരം തൂക്കമൊപ്പിക്കൽ പരിപാടികൾ നമ്മൾ ചെയ്യരുത്. നമ്മൾ ഹിന്ദുക്കളാണ്, അതിൽ ഉറച്ചു നിൽക്കാൻ നോക്കണം. ഇങ്ങനെയായിരുന്നു ബി.ജെ.പി. നേതാവിന്റെ വിവാദ പരാമർശങ്ങൾ. പ്രദേശത്തെ മുസ്ലിങ്ങൾ ക്ഷേത്രത്തിലെ ചടങ്ങിനായി സ്ഥാപിച്ച ട്യൂബ് ലൈറ്റുകൾ തകർത്ത് ഡീസൽ മോഷ്ടിച്ചെന്നും പ്രസംഗത്തിൽ ആരോപിക്കുന്നുണ്ട്. തെക്കരുവിൽ ഹിന്ദുക്കൾ വെറും 150 കുടുംബങ്ങൾ മാത്രമാണുള്ളത്. മുസ്ലിങ്ങളാണെങ്കിൽ 1200 കുടുംബങ്ങളുണ്ട്. അടുത്ത 10 വർഷത്തിനുള്ളിൽ അവരുടെ എണ്ണം 600 കുറയില്ല. പകരം 5000-ൽ നിന്ന് 10,000 വളരും. അവരുടെ എണ്ണം എന്തു തന്നെയാണെങ്കിലും നമ്മൾ ഒന്നിച്ച് ജാതി വ്യത്യാസങ്ങൾക്കപ്പുറം ഉയർന്നുവെന്ന് ക്ഷേത്രത്തിന്റെ വികസനത്തിനായി പ്രവർത്തിക്കണം. ഇങ്ങനെ പോകുന്നു എം.എൽ.എയുടെ വിവാദ പ്രസംഗം.